കഴിക്കുന്നോ വീണ്ടും വീണ്ടും കഴിക്കും. അതാണ് വൈബ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ലൂക്കാച്ചിന്റെ ബാപ്റ്റിസം ഫംഗ്ഷന്റെ ബാക്കിയായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, ചേട്ടന്മാരുണ്ട്, ഡാഡിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി നാച്ചുറൽ ആയിട്ട് പഴയ കല്യാണ രീതിയൊക്കെ പോലൊരു ഒറ്റ കപ്പ് ബിരിയാണി അടിക്കാൻ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് യു. അപ്പോൾ നമ്മൾ ഇറച്ചി നല്ലോണം മാറിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണേ. അതിനകത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് മാറിനേറ്റ് ചെയ്ത് ഇറച്ചി നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാവരും മൂടായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണ്. പരിപാടിയാണ് ഇത്, നമുക്ക് സെറ്റപ്പ് ആക്കണം. നല്ല ടേസ്റ്റ് ആണ് ഈ കപ്പ് ബിരിയാണിയൊക്കെ വെച്ച്. ഞങ്ങൾ വീട്ടിലൊക്കെ വെക്കും, പക്ഷേ ഇത്ര ബൾക്കായിട്ട് വെക്കുന്ന ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന വലിയൊരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. മെയിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, സവോള ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അരിയാൻ വേണ്ടി ഓരോ ആൾക്കാരുണ്ട്, അവരിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി വെക്കുന്നു. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് നല്ല വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് അവർ ഇതാക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്. അങ്ങനെ ഓരോരാഴ്ച പൊടികളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടി എല്ലാം കൂടെ ആദ്യമേ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്തെടുത്ത് വെക്കുക. നമ്മൾ വൈശാഖ് നിന്നുകൊണ്ട് കഴുകി വാരി ഏതാണ്ടൊക്കെ യോഗ്യരുടെ വിശറിയൊക്കെ വീശി അങ്ങോട്ട് പോകുന്നുണ്ട്. അടച്ചു വെക്കാനായിരുന്നു തോന്നുന്നു. ബീഫ് നല്ലപോലെ വേഗം വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. കുട്ടൻ ചേട്ടനാണ്ടേ കപ്പ ഇങ്ങനെ ചാക്കിൽ നിന്ന് കുറഞ്ഞു. നല്ല സൂപ്പർ കപ്പ കേട്ടോ. നമ്മളിവിടെ നല്ലൊരു പറമ്പിൽ നിന്ന് തന്നെ വാങ്ങിയൊരു കപ്പയാണ്. അപ്പോൾ നല്ല സൂപ്പർ വെടിക്കിട്ട് കപ്പ. ഡാഡി ഒരു കുറ്റി വെളി എടുത്താലോ? വീട്ടിലെ അവർക്ക് വല്ല ആവശ്യമില്ലെങ്കിൽ നമുക്ക് കേട്ടാ പോരെ. ചോദിച്ചാ കടുങ്ങാ പിടിക്കാൻ ഇതുപോലെ സമയം പോകുന്നേ. ചോദിച്ചേടാ പിള്ളേരെ നൂറ്റമാക്കി 2 ഡയലോഗ് കിട്ടും. അപ്പം നമ്മുടെ ജോയിച്ചേട്ടനും പിള്ളേരും കൂടെ പയ്യെ നമ്മുടെ ഐറ്റംസ് ഒക്കെ അരിഞ്ഞും കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇതൊക്കെ അത് കറിക്കും കപ്പയ്ക്കും വേണ്ട ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് റെഡിയാക്കുക. പിന്നെ ഒരു രസമാട്ടോ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യും. എല്ലാവരും കൂടി വർത്താനം കിട്ടുന്നു, കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഒരു രസമാണ്. പഴയ ഒരു കല്യാണ വീട്ടിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ചെറിയ പരിപാടിയെ വെക്കുന്നെങ്കിലും ആ ഒരു മൂഡ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ചേച്ചി നമ്മൾ കപ്പ പൊളിക്കുക കേട്ടോ. നല്ല കപ്പ ഞാൻ തോന്നുന്നു കണ്ടിട്ട്. ബാക്കി നമുക്ക് പൊളിച്ച് വേവിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. നമ്മുടെ മെയിൻ ഷെഫായ മത്തായി ചേട്ടൻ തന്നെ നല്ല തേങ്ങാക്കൊത്തൊക്കെ എണ്ണക്കകത്തൊരു വറുത്ത് സെറ്റപ്പാക്കി എടുക്കുക. കാരണം നമുക്ക് ഈ കറിക്കും ഇതിനും വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം പുള്ളി തയ്യാറാക്കുന്നത്. മറ്റേവരുണ്ടെ പൊളിച്ച കപ്പ അവിടെ നിന്ന് കഴുകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഉത്സാഹ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഈ കയ്യും കെട്ടിയിരിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ യാസിർ മച്ചാൻ പയ്യെ അടുത്ത കടത്തിലേക്ക് കയറിയിട്ടുണ്ട്. വൈശാഖിൻ്റെ പണിയിലേക്ക് പുള്ളി കയറി. വൈശാഖം അടുത്തെന്ന് തോന്നുന്നു, അതാ കസാര ഇരിക്കുന്നത്. ചേച്ചി ചോദിച്ചോട്ടാ ഇവിടെ വൈശാഖ ഇവിടെയാടാ. അപ്പം നമ്മുടെ മത്തായി ചേട്ടൻ നല്ല തേങ്ങ നല്ല വഴറ്റി കഴിയാറായെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി അത്യാവശ്യം ഓക്കെ. ഹായ്. അപ്പം ഏതാണ്ട് കളറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. യാസിർ മച്ചാൻ ഇവർ തകർത്ത് നിന്ന് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കി നല്ല അടിപൊളി തേങ്ങ നമ്മൾ ചിരണ്ടി സെറ്റപ്പാക്കി വെച്ചേക്കുവാണേ. ഇനി ഇവനെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. ഓൾറെഡി ഇവരെല്ലാം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓരോരോ സൈഡായിട്ട് കാണിക്കാം. ഇത് നമ്മുടെ ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടാ ഒന്ന് നോക്കിക്കേ, ഇതാണ് നമ്മുടെ തോവാളയിലെ ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടൻ ചുമ്മാ അതുകൊണ്ട് പോത്തിറച്ചി ചുമ്മാ ഇളക്കുക. നോക്കിക്കേ, ഇതാണ് നല്ല പാരിയും വെണ്ണഞ്ചും ഇറച്ചിയും കൂടെ മിക്സ് ആണ്. ഇവനെയാണ് നമ്മൾ കപ്പ് ബിരിയാണിക്കകത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഇന്റിമേറ്റ് സുഹൃത്താണ് യാസിർ അലി. ഈസ് ഫ്രം കൊച്ചിൻ. ഇനി അതേ ഈ വരുന്നതാണ് മത്തായി ചേട്ടൻ. വെള്ളം ഒഴിക്കാൻ വരുന്നത് മത്തായി ചേട്ടൻ. പോത്തിറച്ചി നമ്മൾ എന്നും ഒരു ഹൈ റേഞ്ചുകാരുടെ ഒരു വൈബാണ് കേട്ടോ. അന്ന് പറഞ്ഞ ചോദിച്ചോ നമ്മുടെ ഹൈ റേഞ്ചുകാരുടെ വൈബിനാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് പോയിക്കൊണ്ട് പറഞ്ഞു അല്ലേ നമുക്ക് ആൾക്കാർക്ക്. അതെ അതെ, ഇന്ന് വൈകിട്ട് ഞങ്ങൾ തകർക്കും. അതെ, ഇതിന് നമ്മളോട് കൂടുതൽ കുറെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ കുട്ടൻ ചേട്ടൻ. ഇതെല്ലാം നമ്മുടെ തോമളിലെ ഫ്രണ്ട്സ് ആണ്. യെസ്, ഇവൻ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് വൈശാഖ് ഫ്രം കൊച്ചിൻ. ഇത് നമ്മുടെ സ്വന്തം ചേച്ചി. ഡാഡി നല്ല വയറ് പോലെ നിൽക്കുന്നത് ഇതെല്ലാം കണ്ടോണ്ട്. യെസ്,
നമ്മൾ ഇവിടുത്തെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻ കുക്കിംഗ് അല്ലേ ഇവിടെയാണ് മെയിൻ ഷെഫ് മത്തായി ചേട്ടൻ. ഇവരെല്ലാവരും നല്ല പച്ചക്കപ്പ ഇതിന് കൊത്തുവാണേ. എന്റെ വ്യൂ നോക്കി നാടൻ പച്ചക്കപ്പ കിടുക്കൻ സാധനമാണ്. ഇപ്പം പറിച്ചോണ്ട് വന്നത് പറമ്പിൽ നമ്മൾ പറിച്ച് നമ്മുടെ എവിടെ നിന്ന് ചോദിച്ചേട്ടനല്ലേ കൊച്ചിന് ചോദിച്ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് കെയർ ഓഫിൽ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കപ്പയാണ്. സൂപ്പർ കപ്പയാന്നാ പറഞ്ഞേക്കുന്നത്. ബാക്കി നമുക്ക് കഴിച്ചിട്ട് പറയണം. എങ്ങനെ അതെ 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 അല്ല കൂടെ ചേട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ ആംബിയൻസ് വരുന്നത്. നമ്മളെല്ലാം നമ്മുടെ വീടിന്റെ പുറകിലെ ഒരു മുറ്റത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രസമാണ് കേട്ടോ ഇങ്ങനത്തെ കുക്കിങ്ങും എല്ലാവരുടെ കൂടിയുള്ള പരിപാടികളൊക്കെ. ടു എ വൈബ്. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നമ്മുടെ ചീവീട്ട് നമ്മുടെ ഏലത്തോട്ട് നമ്മുടെ തോട്ടമാണേ. താഴോട്ട് നമ്മുടെ ഏലവും കൊടിയും പറമ്പും. നല്ല ഹരിതാവി നല്ല പച്ചപ്പും. ഇവിടെ ഫുൾ ആൾക്കാർ ബിസിയാണ്. ഞാൻ കാണിക്കാം. ഓരോരുത്തരും എല്ലാം ഓരോ പണികളിലാണ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞതിന്റെ ഉച്ചക്കത്തെ ഫംഗ്ഷൻ കഴിഞ്ഞതിന്റെ ചില ക്ലീനിങ്സ്. ഇവിടെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയുണ്ട്, ആന്റി ഉണ്ട്, ഇത് ഞങ്ങളുടെ വല്യമ്മയുണ്ട്. എല്ലാവരും നിന്ന് സംസാരിക്കുന്നു. കൊണ്ടുപോയ പിള്ളേരുടെ അകത്താരണ്ടെല്ലാം കുറെ പേര് ബിസി ആയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. ഇതാരാ? നേനമോൾ. ഹായ്. ഇവിടെ നമ്മുടെ ടു കിഡ്സ് കുഞ്ഞാറ്റ ആൻഡ് ബ്രൈമാൻ. ഹായ് ഓൾ. നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ടേ. ഇവിടെ കിസ്സും ഉണ്ട്. നിങ്ങൾ ടി വി കണ്ടിരിക്കുകയല്ലടാ, പുറകെ പൊളി പരിപാടി നടക്കുക. നിങ്ങളൊന്നും കാണുന്നില്ലേ? കിസ് കുട്ടാ ഒരു ഹായ് പറഞ്ഞേ. ദേ വരുന്നു അപ്പാടെ പൊന്ന്, ദേ വരുന്നു എസുക്കുട്ടാ. എസുക്കുട്ടൻ വാവച്ചി നമ്മുടെ ഒരു കുട്ടിയാണതേ. ഇവിടെ നമ്മുടെ പോത്തിന് ഇങ്ങനെ അടഞ്ഞിന്റെ ഏവ് കേട്ടോ. ഇവിടെ യാസറുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജോയിച്ചേട്ടനും കുട്ടഞ്ചേട്ടനും കപ്പ വാരി കഴുകുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആശേട്ടൻ കിടന്ന് കുടിക്കുന്നു. മത്തായിച്ചേട്ടൻ വീണ്ടും നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, ശേഷം പോകാൻ നമുക്ക് താഴെ പോയി കാണാവേ. ജോഹാൻ ചേട്ടനെ കൊണ്ടടി, ഞാൻ എടുത്തോണ്ടിരിക്കുക. ജോയി ചേട്ടൻ എത്തിയിട്ടുണ്ട്. സിനിമ എടുക്കുകയാണ്. സിനിമയിലോ? സിനിമയിൽ പോകാൻ ആഗ്രഹമുണ്ട് അമ്മച്ചി. നടക്കുവാണ് നമ്മള് പോവും. അതെ അതെ. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി മിക്സ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ വെയിറ്റ് ഇരിക്കട്ടെ. ഞാൻ വരാൻ ഇങ്ങനെ മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. നമുക്കത് നോക്കാം. ഇതുണ്ട് നമ്മുടെ അടിപൊളി കപ്പ നല്ലപോലെ വേവിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്ക് കേട്ടോ. വെള്ളം വരാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി ഷൂട്ട് നോക്കിയതേ നമ്മുടെ നല്ല പോത്തുകറി നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ വെന്ത് ഇതിനുണ്ട് തിളയ്ക്കുന്ന വീഡിയോ കാണുന്ന കേട്ടോ. അടിപൊളി നല്ല പോത്തിന്റെ വാരിയും വെണ്ണഞ്ചും ഇറച്ചിയും കൊണ്ടുള്ള കറിയാ കേട്ടോ. സെറ്റപ്പ് സാധനമായിരിക്കും. പൊളിയല്ലേ എന്താ ചേട്ടാ? അവര് വാങ്ങുന്ന വീഡിയോ കാണുന്ന കേട്ടോ. നല്ല മണം അടിക്കുന്നു കേട്ടോ. ഇടുക്ക മണം അടിക്കുന്നു. നല്ല മസാലയുടെയും സെറ്റപ്പ്. ഇവനെ അങ്ങോട്ട് കപ്പയ്ക്കകത്ത് മിക്സിയിൽ അടിക്കാനുണ്ടല്ലോ, പൊളിയായിരിക്കും. പിടിക്കോ. എല്ലുകറി നമ്മുടെ ചെമ്പിനകത്ത് കൊഴിക്കുകയാണ്. കടുക് പൊട്ടിച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂട്ടി വഴറ്റിയതിനു ശേഷം പിന്നെ മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്തൊരു ഇതാണ് സംഭവം. അതെ അതെ. ഇതാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക അല്ലേ? നമ്മുടെ വെന്ത ഇറച്ചിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഇതിപ്പോ തന്നെ ചൂട് അങ്ങോട്ട് അടിക്കുന്നത് നല്ല മണമാണ്. അങ്ങോട്ട് നമ്മുടെ കുട്ടൻചേട്ടനാണ് ഇളക്കുന്നത് കേട്ടോ. മിക്സിങ്ങിന് നമ്മുടെ കുട്ടൻചേട്ടനാണ്. കുട്ടൻചേട്ടൻ തകർത്ത് അങ്ങോട്ട് ഇളക്കുകയാണ്. നോക്കിയേ, അടിപൊളി. നല്ല ഇറച്ചിയല്ലേ? എന്നാൽ നമ്മുടെ ഓളക്കടലെ ഇറച്ചി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇറച്ചി. ഇന്ന് നല്ല പോത്തായിരുന്നു അല്ലേ? അവിടെ
ഇത് നല്ല പോത്തലായിരുന്നു, സൂപ്പർ പോത്താന്ന് പറഞ്ഞത്. രാവിലെ പോത്തല ഉണ്ടായിരുന്നു, നല്ല വെടിക്കെട്ട് പോത്തിറച്ചിയായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെക്കുവേ. കാരണം മസാലയൊക്കെ ഇറച്ചിലേക്ക് ഒന്ന് പിടിക്കണമല്ലോ, അതിനുവേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുക. അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം റെസ്റ്റിലാണ്, അവർ റിലാക്സ് ആയിരിക്കും. അവർ ഇതുണ്ടല്ലേ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞു, അത്യാവശ്യം സാധനം തുടങ്ങി. ഇനിയിപ്പോൾ ഇതിന് മത്തച്ചേട്ടാ മല്ലിയില ഉണ്ടല്ലേ, മല്ലിയിലയാണ് ഇത്. സലാഡിന് വേണ്ടിയുള്ള ഐറ്റംസ് ആണ്. ഇവരിത് നമ്മുടെ വൈശാഖ്, ഡാഡി, യാസർ, ജോയിച്ചാണ് ഇവർ റെസ്റ്റാ. ഇവർ പഴയ കഥകൾ പറയുക. ഇത് നമ്മുടെ കപ്പയും കപ്പ ബിരിയാണി കൂടെ മിക്സ് ചെയ്യുന്ന ഷോട്ടാണ് ഈ വരുന്നത് കേട്ടോ. കപ്പയും കപ്പയും കൂടെ മിക്സ് ചെയ്യാവുന്ന ഷോട്ടാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡായ കപ്പ ബിരിയാണി സെറ്റപ്പ്. ഇതിന്റെ മിക്സിങ് നമുക്ക് കാണണ്ടായി. ഇവനിങ്ങനെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ട് ഇളക്കുക. നമ്മുടെ ഇറച്ചിയുടെ മണ്ടക്കേക്ക് ഒരു ലെയർ പോലെ നമ്മൾ കപ്പ, നല്ല വെന്ത കപ്പേനെ അടുക്കി വെച്ചേക്കുവാണേ, ഒന്ന് ആവി കയറാൻ വേണ്ടി. അങ്ങനെ സെറ്റിങ് അത് തന്നെ. ഇപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന ഒരു പരിപാടി, നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇറച്ചി നല്ലപോലെ വേവിച്ച് അതിന്റെ മണ്ടക്കിട്ട് കപ്പയും കൂടെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നോക്കാം മത്തായിച്ചേട്ടൻ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടുവാണേ. ഇതിനൊക്കെ മത്തായിച്ചേട്ടാ അത് പൊളിയാണല്ലോ. ഇതിന് പുതിയ റെസിപ്പി ഞാൻ കാണുന്നത് കേട്ടോ, കൊള്ളാം, നൈസ്. എന്നെ ഭംഗിയാ, പൊളിയായിട്ടുണ്ട് കേട്ടോ, വളരെ നൈസ് ആയിട്ടുണ്ട്. ഈ കപ്പലണ്ടി എന്തിനാ മത്തായിച്ചേട്ടാ കപ്പ ബിരിയാണിക്കകത്തിടുന്നേ? അല്ലേ, പക്ഷെ നമ്മള് വീട്ടിൽ നോക്കുമ്പോ ഉപയോഗിക്കാറില്ല, അവൻ ഞാൻ ചോദിച്ചേ. തേങ്ങ ചിരണ്ടി വറുത്തതാണ്, തേങ്ങ ചിരണ്ടി വറുത്തത്. അടിപൊളി, പൊളിയല്ലേ, നല്ലൂടെ. ഇത് പൊളി വൈബോ കേട്ടോ. അങ്ങ് വിദേശ ലോകത്ത് മലയാളികൾക്ക് ഇത് കാണുമ്പോൾ ഒരു വൈബായിരിക്കും അല്ലേ, നമ്മുടെ ഹൈ റേഞ്ചിലേക്ക്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി പോകണം. വൺ ടൈം എല്ലാവരും ഒരു ദിവസമൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം, ഒരു ഫംഗ്ഷൻസിനൊക്കെ. എല്ലാം കേറ്ററിംഗ് തന്നെ കൊടുക്കാതെ അല്ലേ, പഴയകാല വൈബ് കൂടെ. ഇനി നല്ല അടിപൊളി നമ്മുടെ നാടൻ മല്ലിയില, അതും കൂടെ സെറ്റാക്കി വിടാം. മാരിനേഷൻ നല്ല അടിപൊളി അലങ്കരിക്കുന്ന അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് കുറച്ചു പേർ ഹാർഡ് വർക്ക് അല്ലേ, ഇതിന്റെ കഴിക്കുമ്പോൾ ആ ഒരു രുചിയാണ് എല്ലാവരുടെയും കൂടെ ഒരു മെനക്കേടുന്നത്. ഇനി ഇവൻ നമ്മള് ഒരു ചെറിയൊരു കുത്തു കൊടുക്കുന്ന, തവയ്ക്കൊരു കുത്തു ചട്ടത്തിന് കുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവി കയറി വരണം. കാരണം ഇതിന്റെ എല്ലാ സാധനങ്ങളൊക്കെ ആവി എത്തണം. കറക്റ്റ് നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന അല്ലേ. ഇതിന് നമ്മൾ അടപ്പിട്ട് അങ്ങോട്ട് സെറ്റാക്കി കൊണ്ട് അടയ്ക്കാൻ പോവാ കേട്ടോ. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇവനെ സെറ്റാക്കി വെക്കുന്നു. ജോയിച്ചേട്ടനാണ് ചട്ടുകൻ ചാരിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം റെസ്റ്റിന് വെക്കുന്നു. യെസ്, ഇനി അടുത്ത ഓപ്പണിംഗ് വീഡിയോ ആണ്, അന്നേരം കാണിക്കാം. ഇനിയിപ്പോ നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിക്കുക കേട്ടോ. ഇതിന്റെ മിക്സിംഗ് ആണ്, ജോയിച്ചേട്ടനാണ് ഇതിന്റെ മിക്സിംഗ് ഏറ്റെടുത്തേക്കുന്നത്. ജോയിച്ചേട്ടന്റെ മിക്സിംഗ് ആണോ, നമുക്കൊന്ന് കാണാം. ടേസ്റ്റ് ചെയ്യുക അല്ലേ, അടിപൊളി. നല്ല അടിപൊളി കപ്പയും എല്ലും എല്ലാം കൂടെ മിക്സ് ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഉപ്പ് നോക്കിയാലോ, ഒരു ശകലം കൊണ്ട് തവിക്ക് ഒരുക്കി. കുഴപ്പമില്ല, ഉപ്പ് നോക്കാൻ കൊടുക്കനാ, ഒരു രക്ഷയില്ല. ഉയ്യോ, വൺ ടേസ്റ്റാ, പുളിയാ. ഒരു ശകല ഉപ്പ് കൂടെ ആഡ് ചെയ്യണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ മതി. ചോദിച്ചാൽ ഉപ്പ് നോക്കുന്ന അഭിപ്രായം പറയട്ടെ. എങ്ങനെ ചോദിച്ചടാ? ഓക്കെ അല്ലേ? അതെ, നീ മെയിൻ ഷെഫ് ഡാഡി ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആണല്ലേ, പൊടിയല്ലേ. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയ തന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, കുറച്ചുകൂടെ വരാനുണ്ട്. എന്ത് കഴിക്കാൻ പറ്റുമോ, ഇപ്പൊ തന്നെ കഴിച്ചാൽ എനിക്കുണ്ട്. നൈസ്. അപ്പൊ ഓക്കെ അല്ലടാ. അപ്പൊ നമ്മൾ കപ്പലണ്ടി കിട്ടുമല്ലേ. നമുക്കിപ്പോ ഒരു കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് സെറ്റപ്പ് ആയിട്ട് ഒറ്റ ഫുഡടി. നൈസ് അല്ലേ. ഇപ്പൊ നമ്മൾ കൃത്യം പറയും, ഇപ്പൊ നമ്മുടെ വാൻ ലൈസൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പ ബിരിയാണി തയ്യാറായിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇടുക്കിക്കാരുടെ ഏഷ്യാഡ് കപ്പ ബിരിയാണി, അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറഞ്ഞ മെയിൻ സാധനം കേട്ടോ. ഇവൻ കഴിച്ചാൽ പൊളിയാ. കഴിക്കുന്നവൻ വീണ്ടും കഴിക്കും. ഒന്നുകൂടെ പറയാ, കഴിക്കുന്നവൻ വീണ്ടും കഴിക്കും. അതാണ് വൈബ്.